ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിണ്ണം കാച്ചി ഫസ്റ്റ് ലോങ് ഗൺ ആൻഡ് ഷോർട്ട് ഗൺ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. DR ബോട്ടിൽ നിന്ന് നേരെ ഡെഡ്ഷോട്ട് എക്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ചലഞ്ച് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഷോർട്ട് ഗണ്ണും ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലോങ് ഗണ്ണും, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇത് ബുയ അടിക്കണമെന്നാണ് ആഗ്രഹം. ബുയ അടിച്ചു എന്ന് ഞാൻ പറയത്തില്ല, അടിച്ചില്ലെന്നും പറയത്തില്ല. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലോട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തരിക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗണ്ണായിട്ട് വുഡ്പക്കറാണ് ഗൈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വുഡ്പക്കർ കിട്ടിയപ്പോൾ തന്നെ എനിമിയുടെ ഫുഡ് സ്റ്റെപ്പ് കേട്ടോണ്ട് ഞാനാണെങ്കിൽ അവിടുന്ന് നേരെ നമ്മുടെ പീക്കിൻ്റെ അടുത്തുള്ള അർസനലിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് അർസനൽ ഉറക്കാം. ഞാനും വന്ന അർസനൽ ഉറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അർസനൽ ഉറക്കാൻ ചെന്നു. അവൻ്റെ MP40 ആയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, എനിക്ക് MP40ക്ക് ഗോൾഡൻ ഫയർ ബട്ടനൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ നേരം AWM നടക്കുന്നു. അപ്പം ഗൈസ്, നമുക്ക് 2 ലോങ് ഗണ്ണാണ് കയ്യിലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കളഞ്ഞിട്ട് ഒരു ഷോർട്ട് ഗൺ എടുക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ AWM എടുക്കാൻ വേണ്ടി പോവാണ്. AWM എടുത്ത് ഞാൻ ആമൊക്കെ കളക്ട് ചെയ്യാണ്. ലൂട്ടെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്കൊന്ന് AWM ഒന്ന് താടാന്ന്. ഞാൻ പറഞ്ഞ തരത്തില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ തരാമെന്നും പറഞ്ഞ് ഞാൻ കൊടുത്ത ആമെന്നെടുത്ത്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ ഗണ്ണും തപ്പിക്കൊണ്ടിരിക്കുക. ഷോർട്ട് ഗണ്ണ് നല്ലൊരെണ്ണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ഷോർട്ട് ഗണ്ണും ഒക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുവാണ്. ഞാൻ പറഞ്ഞ് മണ്ടയ്ക്ക് MP40 ഞാൻ കണ്ടായിരുന്നു, നീ പോയി എടുക്കാൻ പറഞ്ഞ്. ഞാനാണെങ്കിൽ മണ്ടയ്ക്കോട്ട് ഓടുകയാണ്. ഞാനാണെങ്കിൽ ഈ ഗണ്ണ് വല്ലതും കൈ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ ഓടുകയാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഷോർട്ട് ഗണ്ണ് എല്ലാം കയറിയാൽ തീർന്നില്ലേ. നോക്കാൻ നേരം AK എടുക്കാൻ ഞാൻ നോക്കാൻ നേരം MP40 ആണെന്ന്. MP40 കണ്ടപ്പോൾ ഞാൻ അത് പെട്ടെന്ന് പോയി അങ്ങ് എടുത്തപ്പോൾ അവൻ പറഞ്ഞ ദേടാ എൽ ഷേപ്പിൽ MP40 2 കിടക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ലൂട്ടിക്കൊണ്ടിരിക്കാൻ നേരം ഞങ്ങളിങ്ങനെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഞാനാണെങ്കിൽ ഹെഡ്സെറ്റ് കുത്തി കളിക്കുന്നതുകൊണ്ട് എൻ്റെ സ്ക്രീനാണെങ്കിൽ ഞാനൊന്നിങ്ങനെ തിരിച്ചായിരുന്നു ഗൈസ്. അതാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിങ്ങനെ പോവാണ്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. എനിമീനെ ഒന്നും കാണുന്നില്ല. നോക്കാൻ നേരം ഒരുത്തനെ ഇങ്ങനെ അടിച്ചു വെച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ ടീമേറ്റ് വന്ന് കുമ്മി ഗൈസ്. അതൊരു പക്കാ കുമ്മനമായിരുന്നു. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. എൻ്റെ MP40 ഉണ്ട മൊത്തം അവൻ അവിടെ കൊണ്ട് കളഞ്ഞ് ഗൈസ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. അർസനലിൽ നിന്ന് എനിമീനെ ഞാൻ ആദ്യം കൊണ്ട് ടച്ച് ചെയ്തിട്ട് ഓടിച്ചെന്നാണ്. പക്ഷെ അവനാണെങ്കിൽ ആ കില്ലങ്ങ് എടുത്ത്. എനിക്കപ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ 1C കാർഗമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അവനെ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അതിനിപ്പോൾ സമയമില്ല. പയ്യനാണെങ്കിൽ ഒരിടത്തോട്ട് പോയേക്കാണ്. അവനെ പരിചയപ്പെടുത്താൻ ഞാനിപ്പം വോയിസ് ഓവർ ഗെയിമിൽ നല്ലാതെ ഇങ്ങനെ ചെയ്യുകയെന്നുകൊണ്ട് അവനിപ്പോൾ അവിടെ ഇല്ല. അവൻ ഒരിടത്തോട്ട് പോയേക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അവനെ നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഞങ്ങളാണെങ്കിൽ ഇവൻ പറഞ്ഞ് ദേടാ റിവൈവ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ എയർ ഡ്രോപ്പിങ് ചെയ്ത്. ഇവനാണെങ്കിൽ കണ്ണു കാണാത്ത പൊട്ടനാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ നോക്കാൻ നേരം AK MP40 അത് നമുക്ക് വേണ്ട, നമുക്ക് ഉണ്ടയാണ് വേണ്ട. അവൻ പറഞ്ഞു എടാ എനിമിയാണ്. ഞാനാണെങ്കിൽ ഒന്നാമത് കുമ്മേൻ്റെ ദേഷ്യത്തിൽ നിൽക്കുക. പറഞ്ഞു എടാ ഒന്ന് നീ എടുത്തോടാ, എനിക്ക് വേണ്ട, നീ എടുത്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു എവിടെയാടാ എനിമി, എവിടെയാടാ? അപ്പോൾ അവൻ പറയാം ലേടാ ഗ്ലൂ ഉണ്ടോ. ഞാൻ ഗ്ലൂ ഇട്ട് നോക്കാൻ നേരം അവൻ്റെ സ്റ്റാൻഡിനോ പോന്നു. ഞാൻ സ്റ്റാൻഡിനോനെ ഒന്നും അടിക്കാൻ നിന്നില്ല. അവൻ ചിലപ്പോൾ പോത്തില്ലെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ അങ്ങോട്ട് അടിക്കാൻ പോയില്ല. ഞാനാണെങ്കിൽ എന്നിട്ട് അവൻ്റെ സ്റ്റാൻഡിനോ തിരിച്ചു വന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ കാലം അതിനകത്തിരിക്കുന്നത്. ഗൈസ് വുഡ്പക്കറിനെ കുത്തി അവനെ കൊന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ എത്ര വട്ടം ഗൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. MP40ക്കാണെങ്കിൽ ഒരു തുള്ളി ഉണ്ടായില്ല. ആണെങ്കിൽ പാടുപെട്ടിങ്ങനെ കളിക്കുക. അപ്പോഴത്തേക്കും
വിസരിച്ച് കൊച്ചിറക്കാൻ ഇവിടെ വന്നിരുന്നത് കിണങ്ങനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോടാ. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ B40 എടുത്തോണ്ട് ഇങ്ങനെ ഓടുകയാണ്. ഓടി ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഇവൻ പറഞ്ഞു, എടാ ഫൂട്ടുണ്ടെന്ന്. ഞാനെന്നാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ നോക്കാൻ നേരം എനിമീനെ ഒന്നും കണ്ടില്ല. നോക്കാൻ നേരം ഒരുത്തനും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെ നിന്നാടാ ഈ ഫൂട്ട് വന്നേന്ന്. പിന്നെ ഞാനാണെങ്കിൽ ഓർക്കാതെ അങ്ങ് റഷ് ചെയ്ത് കളിക്കാൻ പോയി. ഞാൻ ഇങ്ങനെ ഓടി നമ്മുടെ എൽ ഷേപ്പിൻ്റെ അടുത്തെത്തി. അത് പോച്ചിനോക്കിൽ എൽ ഷേപ്പിൻ്റെ അടുത്തെത്തി. ഞാനാണെങ്കിൽ വുഡ്പക്കർ അടക്കുന്നുണ്ടെന്ന് എടുത്തില്ല. എനിക്ക് MB40 ഉണ്ട വേണം. ഗൈസ് നോക്കാൻ നേരം എനിക്ക് എന്തോരം ഡാമേജ് ഉണ്ടാകും. 17 ഡാമേജിലാണ് കില്ലെടുത്തത്. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ബെൽ ബട്ടണും അടിച്ച് പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കണം ഗൈസ് കേട്ടോ. കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ മാറ്റി നല്ലൊരു വീഡിയോ ആക്കി ഇടുന്നതാണ്. എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പം ലോങ് വീഡിയോ ആയിട്ട് 3-4ാമത്തെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. നമുക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ കാണും ഗൈസ്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവൻ പറഞ്ഞാടാ നമുക്ക് ആ സിപ്പ് ലൈൻ്റെ മണ്ട കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് നോക്കാൻ നേരം അവിടെ എനിമീനെ ഞാൻ ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ വുഡ്പക്കറിന് എന്താ അടി കൊള്ളുന്നില്ല, അക്രോസ് കിട്ടുന്നില്ല. ലാസ്റ്റ് സ്കോപ്പ് അടിച്ചപ്പോൾ 44 കയറി. ഇവൻ പറഞ്ഞാടാ അവന് 160 കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവന് 44 കൊടുത്തല്ലോ, എന്താ പിന്നെ ചാവാഞ്ഞ്. ഞാൻ ഇവനെ പൊക്കി. എൻ്റെ ആദ്യത്തെ ഇവനാണെങ്കിൽ ഗ്ലൂ അടിച്ച് പൊട്ടിക്കുമോ ഗൈസ്. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം മതി. ഇവൻ പറയാം, എടാ നീ ഓട്. എന്നിട്ട് ഇവൻ അവിടെ തന്നെ ഇന്ന് മെഡടിക്കുന്നു. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ എന്തോ ഒരു സംഭവം, അത് മറ്റേ പുതിയ ഒരിതില്ലേ, അത് വെച്ചോണ്ട് പുതിയൊരു കാർഡുണ്ടല്ലോ, ഗ്ലൂ കാർഡ്, അത് വെച്ചോണ്ട് അതെല്ലാം അടിച്ച് പൊട്ടിക്കുന്നു. ഇവനെ എല്ലാം അടിച്ച് പൊട്ടിക്കും. എല്ലാം എൻ്റെ ഗ്ലൂ വാളെല്ലാം തീർന്നു, അവൻ്റെയും തീർന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആണെങ്കിൽ പിന്നെ വിചാരിച്ച് അവനെ റഷ് ചെയ്തടിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കാൻ നേരം അവനാ വീണ മണ്ടയ്ക്കാണോയെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് നോക്കാൻ നേരം അവനാ വീണ മണ്ടയ്ക്കിരിപ്പോണ്. ഞാൻ അവനെ അടിക്കാൻ നോക്കിയിട്ട് അടിയൊന്നും കൊള്ളുന്നില്ല. വുഡ്പക്കറിന് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നു. ഞാൻ വുഡ്പക്കർ എടുത്തതിൻ്റെ ഒരു കാര്യം ഞാനൊരു 2 കളിച്ചായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിരുന്നേ, പക്ഷെ റെക്കോർഡ് ചെയ്തില്ല. വുഡ്പക്കറിന് 10 ഇല്ലായിരുന്നു വണ്ടാപ്പൊക്കെ എടുത്തത്. പിന്നെ ഇങ്ങനെ കളിച്ച് വന്ന് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് വെസ്റ്റ് റിപ്പയറൊക്കെ എടുത്ത് ലെവൽ 4 വെസ്റ്റായിരുന്നു. അപ്പോൾ വെസ്റ്റ് റിപ്പയർ ആവശ്യമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവൻ പറഞ്ഞ്, എടാ ഞാൻ എൻ്റെ ഇട്ടുകൊണ്ട് കയറുന്നുണ്ട്, അവനാണെങ്കിൽ എന്തായാലും പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ ഗ്ലൂ ഇട്ടു. പക്ഷെ ഞാൻ നേടിയിട്ടപ്പോൾ അവൻ ചത്തില്ല. അതറിയാലോ, നമ്മൾ പെട്ടെന്നൊരു നേടിയിട്ടാരും ചാവത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ബാക്കിൽ നിന്ന് അടി വരായിരിക്കും അങ്ങനെ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പോയി ഗൈസ്. അപ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇതായി. അതുകൊണ്ട് ഞാനാണെങ്കിൽ നോക്കാൻ നേരം എൻ്റെ ടീമേറ്റും ചത്ത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.